ആന്റോ ആന്റണിയെ കോൺഗ്രസ് അധ്യക്ഷനാക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും തദ്ദേശ തെരഞ്ഞെടുപ്പിനെയും നേരിടാനുള്ള AICC തീരുമാനത്തിന് കനത്ത തിരിച്ചടിയാണ് ഏറ്റത്. നേതൃമാറ്റത്തെക്കുറിച്ച് മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും കാര്യങ്ങൾ വ്യക്തമാക്കിയതാണ്. എന്നാൽ ആ വക നിർദ്ദേശങ്ങളൊന്നും തനിക്ക് ലഭിച്ചില്ലെന്ന ഉറച്ച നിലപാടിലാണ് കെ സുധാകരൻ. മാത്രമല്ല, തന്റെ പദവി ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന വാശിയും കൈവിടുന്നില്ല. പദവിയിൽ നിന്ന് മാറാൻ തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ല. അങ്ങനെയുണ്ടെന്ന് വരുത്താൻ കോൺഗ്രസിലെ ഒരു ഗ്രൂപ്പ് മനഃപൂർവ്വം ശ്രമിക്കുന്നു. തന്നെ മൂലക്കിരുത്താൻ നോക്കുന്നത് സംസ്ഥാനത്തെ ഒരു നേതാവാണെന്നുമായിരുന്നല്ലോ ഇതുമായി ബന്ധപ്പെട്ട് കെ സുധാകരന്റെ പ്രതികരണം. സമ്പൂർണ്ണ നേതൃമാറ്റം എന്ന നിലയിലാണ് കെ സുധാകരനെ മാറ്റാൻ ഹൈക്കമാൻഡ് നീങ്ങിയത്. എന്നാൽ പരസ്യ പ്രതികരണത്തിലൂടെ തങ്ങളുടെ നീക്കം തള്ളിക്കളഞ്ഞ കെ സുധാകരന്റെ ഇടപെടലിൽ ഹൈക്കമാൻഡിന് കടുത്ത അതൃപ്തിയുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. മാറ്റത്തിന്റെ പ്രതിരൂപങ്ങൾ എന്ന നിലയിൽ ഗ്രൂപ്പുകളെ അപ്രസക്തമാക്കിയാണല്ലോ കെ സുധാകരൻ KPCC അധ്യക്ഷനായതും VD സതീശൻ പ്രതിപക്ഷ നേതാവായതും. ഗ്രൂപ്പുകൾക്ക് അതീതമായി കോൺഗ്രസിനെ ചലിപ്പിക്കാൻ ഈ രണ്ടു നേതാക്കൾക്കും ആകുമെന്ന പ്രതീതി സൃഷ്ടിക്കാൻ തുടക്കത്തിൽ ഇവർക്ക് കഴിഞ്ഞിരുന്നു. എന്നാൽ മൈക്കിനു വേണ്ടി ഇവർ രണ്ടുപേരും കടിപിടി കൂടിയതും VD സതീശൻ വാർത്താ സമ്മേളനത്തിന് എത്താൻ വൈകിയതിൽ പരസ്യമായി കെ സുധാകരൻ അസഭ്യം വിളിച്ചതും ലോകം കണ്ടതാണ്. ഈ അസ്വാരസ്യം ബലപ്പെട്ടതോടെ കെ സുധാകരനെ മാറ്റാൻ വേണ്ടി VD സതീശൻ കാര്യമായി കരുക്കൾ നീക്കുന്നുവെന്ന വാർത്തകൾ പലപ്പോഴായി പുറത്തു വന്നിരുന്നു. ഇപ്പോഴത്തെ ചരടുവലിക്ക് പിന്നിലും VD സതീശന്റെ കൈകളുണ്ടെന്ന വാർത്തകൾ ശക്തമാണ്. ആന്റോ ആന്റണിയെ KPCC അധ്യക്ഷനാക്കാനാണല്ലോ കോൺഗ്രസിൽ നീക്കങ്ങൾ നടക്കുന്നത്. KPCC അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കേണ്ട പേരുകൾ കത്തോലിക്ക സഭ നിർദ്ദേശിച്ചെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഈ വിഷയത്തിൽ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി കത്തോലിക്ക സഭയുടെ മുഖപത്രം ദീപിക രംഗത്തെത്തിയത് കോൺഗ്രസിന് ഇരട്ട പ്രഹരമാണ് ഏൽപ്പിച്ചത്. എത്ര മന്ത്രി വേണം, KPCC അധ്യക്ഷൻ വേണം എന്ന് പറയാൻ കത്തോലിക്ക സഭ ഉദ്ദേശിക്കുന്നില്ലെന്നും കോൺഗ്രസിലെ അന്തചിത്രങ്ങളും അധികാരക്കൊതിയും പരിഹരിക്കാൻ പ്രാപ്തിയുള്ളയാളെ അധ്യക്ഷനാക്കിയാൽ നല്ലതെന്നും സഭയുടെ മുഖപ്രസംഗത്തിൽ മുന്നറിയിപ്പ് നൽകുന്നു. അധ്യക്ഷന്റെ മതമല്ല മതേതരത്വമാണ് മുഖ്യം എന്ന തലക്കെട്ടിൽ വന്ന കോൺഗ്രസിനെ അങ്കലാപ്പിലാക്കുന്ന ദീപികയുടെ എഡിറ്റോറിയൽ ചെറിയ സ്ഥാനമാനങ്ങൾക്കും സ്റ്റേജിലൊരു ഇരിപ്പിടത്തിന് പോലും കോൺഗ്രസിൽ ഉണ്ടാക്കുന്ന തിക്കിത്തിരക്ക് എക്കാലത്തും കോൺഗ്രസിന്റെ വില കെടുത്തുന്നതാണ്. മുതിർന്ന നേതാക്കളാണ് പാർട്ടിക്ക് ഏറ്റവും ക്ഷീണമുണ്ടാക്കുന്നത്. അടുത്ത തവണ ഭരണത്തിലെത്തുമെന്ന് തോന്നിയപ്പോൾ കോൺഗ്രസിൽ തുടങ്ങിയ ആഭ്യന്തര കലാപമാണ് KPCC പ്രസിഡന്റ് സ്ഥാനത്തിലെത്തിയിരിക്കുന്നതെന്ന് പരിഹസിക്കാനും ദീപിക മറന്നില്ല. അധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലിയുള്ള തമ്മിലടിയിൽ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനും പാലക്കാട് MLAയുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്തെത്തിയിരുന്നു. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പക്വത കാണിക്കണമെന്നും വാർത്താ മുഖമാകാനാണ് നേതാക്കൾക്ക് താല്പര്യം, യുവ നേതാക്കൾക്ക് ഒന്നും പറയാൻ ഇല്ലാഞ്ഞിട്ടല്ല, ആ വിമർശനം കൂടി താങ്ങാനുള്ള ശേഷി പാർട്ടിക്കില്ലെന്നും കടുപ്പിച്ചു പറയാൻ രാഹുൽ തയ്യാറായി. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പാർട്ടിക്ക് അകത്ത് പറയേണ്ടുന്ന പല അഭിപ്രായങ്ങളും പുറത്തു പറഞ്ഞ് പാർട്ടിയെ തിരുത്തിച്ച് അധികാര കേന്ദ്രങ്ങളിലേക്ക് എത്തിയ ആളുകളാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ മുൻനിര നേതൃത്വം മുഴുവൻ. പുതിയ കാലത്തെ ചെറുപ്പക്കാർ നിലയിൽ ഞങ്ങൾക്കാർക്കും അതറിയാൻ പാടില്ലാത്തത് കൊണ്ടോ അങ്ങനെ തിരുത്താൻ ഒന്നുമില്ലാത്തത് കൊണ്ടോ അല്ല മിണ്ടാതിരിക്കുന്നത്. ഞങ്ങളെല്ലാവരും മിണ്ടാതിരിക്കുന്നത്, പുതിയ കാലഘട്ടത്തിലെ ചെറുപ്പക്കാർ മിണ്ടാതിരിക്കുന്നത്, ഞങ്ങൾ കൂടി മിണ്ടിയാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നേരിടാനുള്ള ആരോഗ്യം പാർട്ടിക്കില്ല എന്നുള്ളൊരു ബോധ്യം കൊണ്ടാണ്. സ്വന്തം തട്ടകത്തിലെ യുവാക്കൾ വരെ മുതിർന്ന നേതാക്കളെ പക്വത പഠിപ്പിക്കേണ്ടി വരുന്നു. ഒരു സഭയുടെ പത്രം രാഷ്ട്രീയ ക്ലാസ് എടുത്തു നൽകേണ്ട, എന്തു ചെയ്യണമെന്നറിയാതെ ഒരു പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം നിൽക്കേണ്ടി വരുന്ന അവസ്ഥ പരമ ദയനീയമാണ്. ഈ വ്യത്യസ്തമായ പോരാട്ടം കോൺഗ്രസിലല്ലാതെ മറ്റെവിടെ കാണും? തങ്ങളുടെ പാർട്ടി ജനാധിപത്യ പാർട്ടിയാണെന്നും ആർക്കും എന്തും പറയാമെന്നും പറഞ്ഞ് ഈ വിഷയത്തിലും പതിവ് തടിയൂരലല്ല കോൺഗ്രസ് നേതൃത്വം കാണിക്കേണ്ടത്. തങ്ങളുടെ പാർട്ടി എത്തി നിൽക്കുന്ന ഗതികേട് മാറ്റാൻ ശക്തമായി ഇടപെടുകയാണ് വേണ്ടത്. ഒന്നും പറയാനില്ല മക്കളെ, പോയി കടും ചായയും കുടിച്ചിട്ട് വീട്ടിൽ പോയി കിടന്നു.